Okay. Hi, student. റീഡിംഗ് എത്തനോഗ്രാഫീസ് BSOE 144 എന്ന സിലബസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഇതിന്റെ ലാസ്റ്റ് ക്ലാസ് ആണ്. ലാസ്റ്റത്തെ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ മുൻ ക്ലാസ്സുകളിൽ ബ്ലോക്ക് 1 തീം ഇൻ എത്തനോഗ്രാഫി എന്ന ടോപ്പിക്, തീം ഇൻ എത്തനോഗ്രാഫിയിൽ നമ്മൾ 5 യൂണിറ്റ്സുകൾ, അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എത്തനോഗ്രാഫി, കൊളോണിയൽ എത്തനോഗ്രാഫി, ക്ലാസിക്കൽ എത്തനോഗ്രാഫി, ദെൻ ഇന്ത്യൻ എത്തനോഗ്രാഫി ആൻഡ് ഗ്ലോബൽ എത്തനോഗ്രാഫി എന്നിവയെ കുറിച്ച് പഠിച്ചു. ദെൻ ബ്ലോക്ക് 2 എത്തനോഗ്രാഫിക്കൽ കേസസ്, നിരവധി ആൾക്കാരുടെ, മാലിനോസ്കി, മാർഗറ്റ് റീഡ്, എം ശ്രീനിവാസ്, അതുപോലെ തന്നെ കൽപ്പന റാംസ്, FG ബെയ്ലി, ഇവരുടെ ഒക്കെ തീംസുകൾ വെച്ചിട്ടുള്ള എത്തനോഗ്രാഫിക്കൽ ബുക്സുകൾ നമ്മൾ നോക്കി. ഇനി നമുക്ക് മൂന്നാമത്തെ ബ്ലോക്ക് നോക്കാനുള്ളത് എത്തനോഗ്രാഫിക്കൽ പ്രാക്ടീസ് ആൻഡ് സ്റ്റൈൽ. എത്തനോഗ്രാഫിക്കൽ പ്രാക്ടീസുകളും സ്റ്റൈൽസുകളും എന്താണെന്നാണ് നോക്കുന്നത്. ഇതിലും ഒരു 5 ചാപ്റ്റർ ആണ് നമുക്കുള്ളത്. അതിൽ ഡിബൈറ്റ് ഓൺ ഡൂയിങ് എത്തനോഗ്രാഫി, ഇന്നത്തെ കാലത്ത് എന്തെല്ലാം ഡിബൈറ്റ്സുകൾ എത്തനോഗ്രാഫീസിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് സയന്റിഫിക്കൽ എത്തനോഗ്രാഫി, ശാസ്ത്രീയപരമായിട്ടുള്ള വംശീയവാദം എന്ന് പറഞ്ഞാൽ വംശീയത എഴുതുന്നതിനെ കുറിച്ചിട്ട് എന്താണെന്നാണ്. അതുപോലെ തന്നെ ഫെമിനിസ്റ്റ് ക്രിട്ടിക് ഓഫ് എത്തനോഗ്രാഫി, സ്ത്രീപക്ഷവാദത്തിന്റെ രീതിയിലുള്ള എത്തനോഗ്രാഫി എന്ന് പറഞ്ഞാൽ എന്താ. അതുപോലെ തന്നെ ഇന്റർപ്രിറ്റേറ്റീവ് എത്തനോഗ്രാഫി, വ്യാഖ്യാനപരമായിട്ടുള്ള എത്തനോഗ്രാഫി എന്താണെന്നും. പിന്നെ എത്തിക്സ് ആൻഡ് എത്തനോഗ്രാഫി, ധാർമ്മികതയും അതുപോലെ തന്നെ എത്തനോഗ്രാഫിയും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അവരെങ്ങനെയാണ് എന്നുള്ളതുമാണ് ഈ മൂന്നാമത്തെ ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ യൂണിറ്റ്, അതായത് 12ാമത്തെ യൂണിറ്റ് ആയ ഡിബൈറ്റ് ഓൺ ഡൂയിങ് എത്തനോഗ്രാഫി, എത്തനോഗ്രാഫിയിലെ പ്രധാനപ്പെട്ട ഡിബൈറ്റ്സുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു അധ്യായത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നമുക്കറിയാം എത്തനോഗ്രാഫി എന്ന് പറയുന്നത് ആന്ത്രോപോളജിയുടെയും സോഷ്യോളജിയുടെയും ഒരു ഭാഗം താണ്. അവരെ ഒന്ന് ഇന്റർപ്രിറ്റേറ്റ് ചെയ്തിട്ട് എഴുതലാണ്. അതായത് നമ്മുടെ സമൂഹത്തിലെ മനുഷ്യരുടെ സംസ്കാരത്തെയും അവരുടെ ബിഹേവിയേഴ്സിനെയൊക്കെ കുറിച്ച് എഴുതലാണ് എന്ത് എത്തനോഗ്രാഫി, വംശീയവാദം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ടോപ്പിക്കില് ആന്ത്രോപോളജിക്കും സോഷ്യോളജിക്കും വളരെ അടുപ്പം ഉണ്ട്. അപ്പൊ ഈ ഒരു കാര്യത്തില് എത്തനോഗ്രാഫി എത്രമാത്രം ഒരു സോഷ്യോ ആന്ത്രോപോളജിക്കൽ കൺസെപ്റ്റിലേക്ക് വരുന്നുണ്ട് എന്നുള്ള ഒരു ടോപ്പിക്കാണ് ഡിബേറ്റ് ആയിട്ട് വരുന്നത്. നമുക്കറിയാം പണ്ട് കാലത്ത് മലനോസ്കിയും റാഡ്ക്ലിഫ് ബ്രൗണും എല്ലാം ഒരു സോഷ്യോ ആന്ത്രോപോളജി എന്ന രീതിയിലാണ് എത്തനോഗ്രാഫിയെ കണ്ടിട്ടുള്ളത്. അവർ ഏറ്റവും കൂടുതൽ എത്തനോഗ്രാഫിനെ പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ റേസ് അല്ലെങ്കിൽ ട്രൈബ് എന്ന രീതിയിൽ എഴുതലാണ്. അവരുടെ ഇൻഫോർമേഷൻസ് നമ്മൾ എഴുതലാണ്. അങ്ങനെ എഴുതുന്ന രീതിയിൽ റിസർച്ചേഴ്സ് ഓൺലി ആ റിസർച്ചേഴ്സ് എന്ത് ചെയ്തിരിക്കണം, പാർട്ടിസിപ്പേഷൻ നടത്തിയിരിക്കണം എന്നാണ് പറഞ്ഞത്. പാർട്ടിസിപ്പേഷനിലൂടെയാണ് എത്തനോഗ്രാഫി എഴുതാൻ പറ്റുള്ളൂ. അതിനെയാണ് അവരെന്ത് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഫീൽഡ് വർക്കിലൂടെയാണ് എത്തനോഗ്രാഫി എഴുതാൻ സാധിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ എത്തനോഗ്രാഫി ഒരു പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന രീതിയിലാണ് ആരംഭിക്കുന്നത്. അടുത്തത് ഈ ഒരു അധ്യായത്തിൽ നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പ്രിൻസിപ്പിൾ ഓഫ് മെത്തഡോളജി ഇൻ എത്തനോഗ്രാഫി, എന്തെല്ലാം പ്രിൻസിപ്പിളിലൂടെയാണ് എത്തനോഗ്രാഫി എഴുതുന്നത്. അറിയാം എത്തനോഗ്രാഫിയിൽ പ്രധാനപ്പെട്ട തിയറിറ്റിക്കൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് നാച്ചുറലിസം, അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ്, അതുപോലെ തന്നെ ഇന്റൻഷൻ, അതുപോലെ എത്തിക്സ് എന്നീ 4 മേഖലകളിലൂടെയാണ് നമ്മൾ മെത്തഡോളജിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് എത്തനോഗ്രാഫിനെ കണക്കാക്കുന്നത്. ഒരു നാച്ചുറലിസം വേണം, അതുപോലെ തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം, അതുപോലെ തന്നെ ഇന്റൻഷൻ രീതിയിൽ നമ്മൾ ഓരോന്നും കണ്ടെത്തി എഴുതുകയാണ്, പ്രൊമോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒരു ഫ്രഷ് ഡിസ്കവറി അല്ലെങ്കിൽ ഫ്രഷ് എക്സ്പ്ലോറേഷൻ എന്നുള്ള രീതിയിലാണ് എത്തനോഗ്രാഫി നമ്മൾ എഴുതുന്നത്. പിന്നെ നല്ലൊരു എത്തിക്സ്, ഒരു ധാർമ്മികത അവിടെ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്.
ഇതൊക്കെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് ആയിട്ട് എത്തനോഗ്രാഫി എഴുതുമ്പോൾ ഉണ്ടാവുന്ന പ്രിൻസിപ്പിൾസുകളാണ്. ഇത്രയും പ്രിൻസിപ്പിളിലൂടെയാണ് ഒരു എത്തനോഗ്രാഫി നമ്മൾ ഫിനിഷ് ചെയ്യുന്നത്. പിന്നെ ഇന്നത്തെ കാലത്ത് ഈ ഒരു കാര്യങ്ങൾ 4 നാച്ചുറലിസം, അണ്ടർസ്റ്റാൻഡിങ്, ഇൻഡക്ഷൻ, അത് എത്തിക്സ്, ഈ 4 കാര്യങ്ങളിലൂടെയാണ് ഇന്നത്തെ കാലത്ത് എത്തനോഗ്രാഫി നമ്മൾ എഴുതുന്നത്. ഇനി എത്തനോഗ്രാഫിക്കൽ ന്യൂ അപ്രോച്ചസ്, അതായത് എത്തനോഗ്രാഫിയിലുള്ള പുതിയ രീതികൾ എന്തെല്ലാമാണ് എന്നാണ്. 1970-കളിൽ ശേഷമാണ് ഏത് ന്യൂ മെത്തേഡ്സുകളെല്ലാം എത്തനോഗ്രാഫിയിൽ വരുന്നത്. ഉദാഹരണമായിട്ട് പറയുന്നത് മെലൻസ്കിലെ, റാഡ്ക്ലിഫിന്റെ ഒക്കെ എത്തനോഗ്രാഫിക്കൽ സ്റ്റഡീസ് ആണ്. അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷനും പിന്നെ ടെക്നിക്സുകളാണ്. ദാറ്റ് മീൻസ് എന്താ, ഒരു ഫീൽഡ് വർക്കിൽ ഒരു സോഷ്യൽ ബിഹേവിയർ അവരെ അക്വയർ ചെയ്യണമെങ്കിൽ അത് അതിൻ്റെ ഉള്ളിൽ ചെന്നിറങ്ങി ചെന്ന് അവിടെ ഒരു പങ്കാളിത്തം നമ്മളിൽ ഉണ്ടാവണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ മെത്തേഡുകൾ ഏതൊക്കെയാണ്, ന്യൂ അപ്രോച്ചസുകൾ, എത്തനോഗ്രാഫിയിൽ ഇന്നത്തെ കാലത്ത് വന്നിട്ടുള്ള പുതിയ അപ്രോച്ചസുകൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസപ്ഷൻ എത്തനോഗ്രാഫി എന്നാണ്. അതായത് ക്രിട്ടിക്കൽ എത്തനോഗ്രാഫിനും ഓഡിയൻസ് എത്തനോഗ്രാഫിനും എന്തിലേക്ക് മാറ്റുന്നതാണ് ഒരു റിസപ്ഷൻ എത്തനോഗ്രാഫി എന്ന് പറയുന്നത്. ഇതൊരു മെത്തേഡ് ഇന്നത്തെ മീഡിയ റിസർച്ചേഴ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇതാണ്. 1980-കളിൽ ശേഷമാണ് ഇതൊരു കൂടുതലായിട്ട് പ്രാബല്യം വരുന്നത്. ഇവിടെ ഇൻവെസ്റ്റിഗേഷന് പവർ എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് എത്തനോഗ്രാഫർ അല്ലെങ്കിൽ പാർട്ടിസിപ്പന്റേഴ്സ് കണക്ഷൻ വളരെ മോഡിഫൈ ചെയ്തിട്ട് അവരുടെ പാർട്ടിസിപ്പന്റ് ബിഹേവിയർ എന്ന് പറയുന്ന റിയാക്ഷൻ വളരെ കുറവായിട്ടുള്ള രീതിയിൽ എഴുതുന്നുണ്ട്. ഇതിന് റിസപ്ഷൻ എത്തനോഗ്രാഫി അല്ലെങ്കിൽ ക്രിട്ടിക്കൽ എത്തനോഗ്രാഫി അല്ലെങ്കിൽ ഓഡിയൻസ് എത്തനോഗ്രാഫി എന്നാണ് പറയുന്നത്. ദെൻ രണ്ടാമത്തെ ന്യൂ അപ്രോച്ച് ആണ് ഫെമിനിസ്റ്റിക്കൽ അപ്രോച്ച് അല്ലെങ്കിൽ ഫെമിനിസ്റ്റിക്കൽ എത്തനോഗ്രാഫി. ഫെമിനിസ്റ്റിക്കൽ എത്തനോഗ്രാഫി എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം, 1980-കൾക്ക് ശേഷമാണ് ഫെമിനിസം എന്നുള്ള കൺസെപ്റ്റ് തന്നെ വരുന്നത്. നമ്മൾ ഇതിൽ വേറൊരു അധ്യായമായിട്ട് കൂടുതൽ പഠിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഫെമിനിസ്റ്റിക്കൽ എത്തനോഗ്രാഫി എന്ന് അറിഞ്ഞാൽ മതി. ഒരു ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് ആണ്. നമുക്കറിയാം നാച്ചുറൽ എൻവയോൺമെന്റിനെ എഴുതാം. അത് എന്തിന്റെ കാഴ്ചപ്പാടിൽ എഴുതാം, ഒരു വിമണിസ്റ്റ് അതല്ലെങ്കിൽ വുമൺസിന്റെ ഫെമിനിസ്റ്റോളജി എന്നുള്ള രീതിയിൽ അവിടെ സ്ത്രീകളുടെ ഡിസിപ്ലിൻസ്, കൾച്ചറൽ സ്റ്റഡീസ്, ജെൻഡർ സ്റ്റഡീസ്, എഡ്യൂക്കേഷൻ, സോഷ്യോളജി, എത്തിക്സ് സ്റ്റഡീസ്, സൈക്കോളജി, ഇതിന്റെ രീതിയിലൂടെ എഴുതുന്ന രീതിയാണ് നമ്മൾ ഫെമിനിസ്റ്റിക്കൽ അപ്പോളജി എന്ന് പറയുന്നത്. ഇതിന് 3 ഫേസുകൾ ഉണ്ട്. ഈ ഫെമിനിസ്റ്റിക്കൽ എത്തനോഗ്രാഫി വരുന്നതിന് 3 സ്റ്റേജസിലൂടെയാണ് ഇത് വരുന്നത്. ഒന്നാമത്തെ 1850 1920 കാലഘട്ടത്തിലെ ഫസ്റ്റ് സ്റ്റേജിലാണ്. പിന്നെ സെക്കൻഡ് സ്റ്റേജ് തന്നെ 1920 തൊട്ട് 1980 എന്ന കാലഘട്ടത്തിൽ, പിന്നെ 1980 ശേഷമുള്ള കാലഘട്ടം. ഇങ്ങനെ 3 സ്റ്റേജിലൂടെയാണ് എന്ത് ഫെമിനിസ്റ്റിക്കൽ എത്തനോഗ്രാഫി നിലവിൽ വരുന്നത്. ദെൻ ലാസ്റ്റ് ഒരു ന്യൂ അപ്രോച്ച് ആണ്, മെത്തേഡാണ് പോസ്റ്റ് മോഡേൺ എത്തനോഗ്രാഫി. പോസ്റ്റ് മോഡേൺ എത്തനോഗ്രാഫി എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് ഫിലോസഫറായ ജീൻ ഫ്രാൻസിസ്കോ ലയാർഡ് അതുപോലെ ജാക്വീസ് ഡെറീനിഡ 1970-കളിൽ ലേറ്റ് 1970s ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഇത് പോസ്റ്റ് മോഡേൺ എത്തനോഗ്രാഫി എന്ന് പറയുന്നത്. ഈ പോസ്റ്റ് മോഡേൺ എത്തനോഗ്രാഫിയിലെ മെത്തഡോളജിക്കൽ ഇഷ്യൂസ് എന്ത്, പോസ്റ്റ് മോഡേൺ കൺസെപ്റ്റ്സ് അതല്ലെങ്കിൽ കൾച്ചറൽ ഫിലോസഫിനെ കുറിച്ച് കൂടുതലായിട്ട് ഡീപ്പായിട്ട് പഠിക്കലാണ്. അപ്പൊ ഇത്രയാണ് ഈ ഒരു അധ്യായത്തിൽ നിങ്ങൾ നോക്കട്ടെ. ഈ അധ്യായത്തിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ന്യൂ അപ്രോച്ചസ് ഇൻ എത്തനോഗ്രാഫി. എത്തനോഗ്രാഫിയിലെ പുതിയ അപ്രോച്ചസുകൾ ഏതെല്ലാമാണെന്നും അതുപോലെ തന്നെ ഈ ഷോർട്ട് നോട്ടുകളായിട്ട് ഫെമിനിസ്റ്റൽ എത്തനോഗ്രാഫി എന്താണെന്നും ചോദിക്കാറുണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ 12ാമത്തെ അധ്യായം. ദെൻ അടുത്തത് സെക്കൻഡ് യൂണിറ്റ്, ഈ ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ്, അതുപോലെ 13ാമത്തെ അധ്യായമാണ് സയന്റിഫിക് എത്തനോഗ്രാഫി, ശാസ്ത്രീയപരമായിട്ടുള്ള വംശീയ ശാസ്ത്രം എന്ന് പറയുന്നത്. എന്താണ് ശാസ്ത്രീയപരമായിട്ടുള്ള വംശീയ ശാസ്ത്രം? നമുക്ക് ഓൾറെഡി അറിയാം, ശാസ്ത്രം എന്ന് പറഞ്ഞാൽ, അതായത് സയന്റിഫിക് എന്ന് പറഞ്ഞാൽ എംപിരിക്കൽ ആണ്, തിയറിറ്റിക്കൽ ആണ്, ക്യുമുലേറ്റീവ് ആണ്, അതുപോലെ തന്നെ വാല്യൂ ന്യൂട്രൽ ആണ്, ഇറ്റ്സ് എ പെർമനന്റ് തിയറി ആണ്. ഇതുപോലെ തന്നെ എന്ത് എത്തനോഗ്രാഫി വംശീയതവാദം എഴുതുന്ന രീതിയാണ് നമ്മൾ എന്ത് എത്തനോഗ്രാഫി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഈ എത്തനോഗ്രാഫി എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. ഒരു എത്തനോഗ്രാഫി എഴുതുമ്പോൾ അവർ സയന്റിഫിക്കൽ മെത്തേഡിൽ നിന്ന് ഫീൽഡ് വർക്കിലൂടെയാണ് നമ്മൾ എത്തനോഗ്രാഫി എഴുതുന്നത്. ഇവിടെ അണ്ടർസ്റ്റാൻഡിങ് എത്തനോഗ്രാഫി, സയന്റിഫിക്കൽ എത്തനോഗ്രാഫിയിൽ നമ്മൾ നോക്കുമ്പോൾ സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ സയൻസിന്, സാമൂഹ്യപരമായിട്ടും പെരുമാറ്റ ശാസ്ത്രത്തിനും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് എഴുതലാണ് ഇതിൽ വരുന്നത്. ഇവിടെ നമുക്കറിയാം അൺലൈക്ക് ആൻഡ് അതർ ഡിസിപ്ലിൻസുകള്, മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ്സുകൾ, ഒരു സമൂഹത്തിലെ ബിഹേവിയേഴ്സിനെ അല്ലെങ്കിൽ കൾച്ചറലിലെ കാര്യങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ എഴുതുന്നത് സയന്റിഫികമായിട്ട്. ഇവിടെ സയന്റിഫിക്കൽ എത്തനോഗ്രാഫി എഴുതുമ്പോൾ പ്രധാനമായിട്ട് കുറച്ച് സ്റ്റെപ്സുകളുണ്ട്, ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റെപ്സുകളുണ്ട്. അത് ഒന്നാമത്തെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഫോർമുലേറ്റിംഗ് ഓഫ് റിസർച്ച് പ്രോബ്ലം. നമ്മൾ ഒരു എത്തനോഗ്രാഫി എഴുതുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് നമുക്ക് ഒരു റിസർച്ച് പ്രോബ്ലംസ് നമ്മൾ ആദ്യം കണ്ടെത്തണം. The first stage, the scientific ethnography, research, formulate a research problem. നമുക്കൊരു റിസർച്ച് പ്രോബ്ലംസ് ആദ്യം നമ്മൾ സെലക്ട് ചെയ്യണം. ഒരു എത്തനോഗ്രാഫർ ആദ്യമായി ഫോർമുലേറ്റ് ചെയ്യുന്നത് ഒരു ന്യൂ പ്രോബ്ലംസ്. ആ പ്രോബ്ലംസ് ഏറ്റവും കൂടുതൽ സമൂഹമായിട്ട് ബന്ധപ്പെട്ടിട്ടതായിരിക്കണം. രണ്ടാമത്തെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് സെലക്ടിങ് എ റിസർച്ച് സൈറ്റ്. നമ്മളൊരു പ്രോബ്ലം സെലക്ട് എടുത്തു വെക്കും. അത് കഴിഞ്ഞ് അതിലേക്ക് ആ പ്രോബ്ലംസുകളെ കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്ന സൈറ്റുകളെ കുറിച്ചാണ്. സെലക്ടിങ് റിസർച്ച് സൈറ്റ്സുകളാണ്. അത് ബിഗിനിങ് ഓഫ് ദെയർ സ്റ്റഡി എത്തനോഗ്രാഫർ കൺസെപ്റ്റ് ഡിസൈൻ ദ ഫീൽഡ് സൈറ്റ്. നമുക്ക് നമ്മുടെ സൈറ്റ്, നമ്മളെ ഫീൽഡ് സൈറ്റ്, നമ്മൾ എവിടെയാണ് ഗവേഷണം നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അവിടുത്തെ ജനങ്ങളുമായി ഇന്ററാക്ട് ചെയ്യാനും അവരുടെ എക്സ്പെരിമെന്റ് നടത്തുവാനും അവരെ നമുക്ക് കൺട്രോൾ ചെയ്യാനും കഴിയണം. നമ്മുടെ പാർട്ടിസിപ്പന്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻ ആണ്. അപ്പൊ നമുക്ക് അവർക്ക് അവരുടെ ഉള്ളിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അവരുമായി നല്ല കോണ്ടാക്ട് ആയിട്ട് വരുത്തണം. ബിഹേവിയേഴ്സും അവരുടെ മാനുവേഴ്സും അവരുടെ വാല്യൂസും നോംസും ഒക്കെ നമുക്ക് ഫോളോ ചെയ്യണം. അപ്പൊ അത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീൽഡ് സൈറ്റ് അല്ലെങ്കിൽ റിസർച്ച് സൈറ്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പ് ആണ് ഗെയിനിങ് ആക്സസ്. ഗെയിനിങ് ആക്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്തനോഗ്രാഫേഴ്സ്, റിസർച്ച് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് എന്തൊക്കെ സാധനങ്ങളാണ് ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമ്മൾ എടുക്കേണ്ടത്, ഗെറ്റ് കീപ്പിംഗ് ചെയ്യേണ്ടത്, അവരുടെ പെർമിഷനോടുകൂടി നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ റിസർച്ച് ഫീൽഡ് വർക്കിന് വേണ്ടിയിട്ട് സ്വീകരിക്കേണ്ടത്. പിന്നെ നാലാമത്തെയാണ് എന്ത്, പ്രസന്റിങ് എ സെൽഫ് ടു ദി ഗ്രൂപ്പ്. നമ്മളെ കുറിച്ച് ആ ഗ്രൂപ്പിന് നമ്മൾ ചെയ്യണം. Presenting oneself to group refer to the manners of ethnographer interact with the subject. നമ്മുടെ ഫീൽഡിലേക്ക് നമ്മൾ ചേർന്ന് ഇറങ്ങി കഴിയുമ്പോൾ അവരുമായിട്ടുള്ള കോണ്ടാക്റ്റിനെ നമ്മളെ പരിചയപ്പെടുത്താണ്. നമ്മൾ എന്തിനു വേണ്ടി വന്നു ഈ ഫീൽഡ് വർക്ക് സെൻസ്, അവർക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കുകയും അവരുടെ പ്രോബ്ലങ്ങളെ കുറിച്ച് അവരിൽ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക. ദെൻ അടുത്തതാണ് ഡാറ്റ കളക്ഷൻ ആൻഡ് ഇൻഫോർമേഷൻ റെക്കോർഡിംഗ് ആൻഡ് ഫീൽഡ് നോട്ട്. പിന്നെ നമ്മൾ അവിടെ പാർട്ടിസിപ്പന്റ് ആയിട്ട് ഒബ്സർവേഷൻ നടത്തി കഴിയുമ്പോൾ നമുക്ക് വിവരങ്ങളെല്ലാം ശേഖരിക്കാം, അത് റെക്കോർഡിംഗ് ചെയ്യാം, നോട്ട്സുകൾ ഉണ്ടാക്കാം. ഇതൊക്കെ ഓൾറെഡി നമുക്ക് ഒരു റിസർച്ച് ചെയ്യുമ്പോൾ ഉള്ളതാണ്. പിന്നെ അതിനുശേഷം റണ്ണിങ് ഡിസ്ക്രിപ്ഷൻസുകൾ കൊടുക്കാം. ഡേ ടു ഡേ കാര്യങ്ങൾ നമ്മൾ കറക്റ്റ്ലി ഡിസ്ക്രൈബ് ചെയ്ത് ഫീൽഡ് വർക്കിൽ കാര്യങ്ങൾ എഴുതാം. പിന്നെ ഫോർഗോട്ടിങ് ഈവൻറ്റ്സ്, നമ്മൾ മറന്നുപോയ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി എടുത്താം. പിന്നെ പേഴ്സണൽ തോട്ട്സുകൾ, നമുക്ക് ഈ ഫീൽഡ് വർക്കിൽ നിന്നും ഒരു ഡോക്യുമെന്റ് കളക്ട് ചെയ്യുമ്പോൾ പേഴ്സണൽ ഒപ്പീനിയൻസുകൾ സജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മെത്തഡോളജിക്കൽ നോട്ട്സുകൾ. ദെൻ അവസാനം നമ്മൾ അനലൈസിങ് എക്തനോഗ്രാഫിക്കൽ ഡാറ്റ. നമുക്ക് കിട്ടിയ ഡാറ്റകളെല്ലാം നമ്മൾ അനലൈസ് ചെയ്യും, വിശകലനം ചെയ്ത് എഴുതണം. എന്നിട്ട് അവസാനം നമ്മൾ റൈറ്റിംഗ് എത്തനോഗ്രാഫി. നമ്മൾ അവസാനം എന്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യാണ്, നമ്മുടെ എത്തനോഗ്രാഫിക്കൽ റിസർച്ച് റൈറ്റിംഗ് എഴുതാൻ തുടങ്ങണം. അപ്പൊ ഇതാണ് റെപ്രസെന്റേഷൻ ഓഫ് സയന്റിഫിക്കൽ എത്തനോഗ്രാഫി. ഒരു എത്തനോഗ്രാഫി സയന്റിഫിക്കലായിട്ട് ഒരു എത്തനോഗ്രാഫി എഴുതുമ്പോൾ നമ്മൾ നോക്കേണ്ട കുറച്ച് കടമകൾ, അതായത് ഒന്ന് ഫോർമുലേറ്റിംഗ് ഓഫ് റിസർച്ച് പ്രോബ്ലം, രണ്ട് സെലക്ടിങ് എ റിസർച്ച് സൈറ്റ്, മൂന്ന് ഗെയിനിങ് ആക്സസ്, എന്തൊക്കെ വിവരങ്ങൾ എവിടെ നിന്നൊക്കെ കിട്ടും എന്നുള്ളത്, പിന്നെ പ്രസന്റിങ് സെൽഫ് ടു ദി ഗ്രൂപ്പ്സ്, പിന്നെ ഡാറ്റ കളക്ഷൻ, ഇൻഫോർമേഷൻ റെക്കോർഡിംഗ് ആൻഡ് ഫീൽഡ് നോട്ട്, പിന്നെ റണ്ണിംഗ് ഡിസ്ക്രിപ്ഷൻ, ഫോർഗോട്ടിംഗ് ഈവന്റ്സ്, പേഴ്സണൽ തോട്ട്സ്, മെത്തഡോളജിക്കൽ നോട്ട്സ്, അനലൈസിംഗ് എത്തനോഗ്രാഫിക്കൽ ഡാറ്റ, റൈറ്റിംഗ് എത്തനോഗ്രാഫി. ഈ ഒരു ചോദ്യത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കും ഇത് തന്നെയാണ് കേട്ടോ. പിന്നെ സയന്റിഫിക്കൽ അപ്രോച്ച് എന്താണെന്ന് വൺ വേർഡ് പോലെ ഷോർട്ട് നോട്ടുകളൊക്കെ ചോദിക്കും.
സയന്റിഫിക്കൽ അപ്രോച്ച് എഴുതുമ്പോൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന റിസർച്ച് ഉപയോഗിക്കുന്ന പോയിന്റ്സുകൾ ഏതൊക്കെയാണ്? പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ആണ്. ആ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസുകളൊക്കെ ഏതൊക്കെയാണ്? ഇന്റർവ്യൂസ്, സർവേ, അതുപോലെ തന്നെ കേസ് സ്റ്റഡി, ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്സുകളാണ് കേട്ടോ. ഇത്രയാണ് ഈ ഒരു സയന്റിഫിക്കൽ എത്തനോഗ്രാഫി എന്ന് പറഞ്ഞ ഒരു ഭാഗത്തിന് നമ്മളോട് ഈ ഭാഗത്തിൽ ഇത്രയേ ഉള്ളൂ പഠിക്കാൻ. ദെൻ 14ാമത്തെ ചാപ്റ്റർ ആണ് ഫെമിനിസ്റ്റിക്കൽ ക്രിട്ടിക് ഓഫ് എത്തനോഗ്രാഫി. ഫെമിനിസ്റ്റിക് ക്രിട്ടിക് ഓഫ് എത്തനോഗ്രാഫി എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു 50 വർഷങ്ങളായിട്ടുണ്ടാവുള്ളൂ എന്തോ ഒരു ഫെമിനിസ്റ്റിക്കൽ മൂവ്മെന്റ് അല്ലെങ്കിൽ ഫെമിനിസ്റ്റിക്കൽ തിങ്കിങ് ഇൻ ദ വേൾഡിൽ തന്നെ വരാൻ കാരണം. ലോകത്തിൽ തന്നെ ഈ ഒരു കൺസെപ്റ്റ് സ്ത്രീപക്ഷപാതം എന്നുള്ളൊരു കൺസെപ്റ്റ് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരു 50 വർഷങ്ങൾ ആയിട്ടുള്ളൂ. ഇവിടെ എടുത്തു പറയുന്ന ഒരാളുണ്ട്, അതായത് മാരി വോൾസ്റ്റോൺക്രാഫ്റ്റ്. അദ്ദേഹത്തിന്റെ വിൻഡിക്കേഷൻ ഓഫ് ദി റൈറ്റ് ഓഫ് വുമൺ എന്ന് പറഞ്ഞ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തു. ഇതായിരുന്നു ഒരു ഫസ്റ്റ് വേവ് എന്ന് പറയുന്നത്, ആദ്യത്തെ ഒരു തുടക്കം എന്ന് പറയണത്. ഇവിടെ യൂറോപ്പിലുള്ള ഫെമിനിസത്തെയാണ് അവിടെ കാണിക്കുന്നത്. അതായത് സ്ത്രീകളുടെ പൊളിറ്റിക്കലി അവർക്ക് വോട്ട് ചെയ്യുവാനുള്ള അവകാശത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഇതാണ് ഫസ്റ്റ് വേവ് ആയിട്ട്, ഫെമിനിസത്തിന്റെ ഒരു ഫസ്റ്റ് വേവ് ആയിട്ട് കണക്കാക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് ഫെമിനിസത്തിന്റെ 3 മെയിൻ സബ് കാറ്റഗറികളായിട്ട് പറയുന്നത് ലിബറൽ, അതുപോലെ തന്നെ മാർക്സിസ്റ്റ് ആൻഡ് സോഷ്യലിസ്റ്റ് ഐഡിയാസ് ആണ്. ഈ ഒരു എവല്യൂഷനിലൂടെ തുടങ്ങിയിട്ട് പിന്നെ 1960-70കളിൽ സെക്കൻഡ് വേവ് സ്റ്റാർട്ട് ചെയ്യാണ്. സെക്കൻഡ് വേവ് സ്റ്റാർട്ട് ചെയ്യുന്നത് USA ആൻഡ് യൂറോപ്പിലും കൂടി ആണ്. ഇവിടെ എന്താണ്, ഒരു സോഷ്യൽ സയൻസ് രീതിയിൽ വരികയാണ്. നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ ഈ എല്ലാവരും നോക്കുമ്പോൾ ഹിസ്റ്ററിയുമായാലും സോഷ്യോളജി ആയാലും ആന്ത്രോപോളജി ആയാലും എല്ലാം എന്തുമായി ബന്ധപ്പെട്ട് മെൻ ആൻഡ് ഹിൽസ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ, പുരുഷന്റെ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റങ്ങളും കൂടുതലായിട്ടാണ് അവർ ഫണ്ടമെന്റലി എഴുതിയിരിക്കുന്നത്. അവിടെ സ്ത്രീകളെ കുറിച്ചോ അവരുടെ സ്ത്രീകളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചോ സ്ത്രീകളുടെ ആവശ്യകതയെ കുറിച്ചോ എന്നും എഴുതുന്നില്ല. അപ്പൊ അതിനൊരു റാഡിക്കൽ ചേഞ്ച് ആയിട്ട് 1960-70കളിൽ USA-യിലും യൂറോപ്പിലും ഒരു സെക്കൻഡ് വേവ് ഉണ്ടാവാണ്. അതുകൊണ്ട് കുറെ വുമൻസുകള് സ്ത്രീകള് വിദ്യ നേടുകയും കോളേജുകളിൽ ജോയിൻ ചെയ്യുകയും അവിടെ മെയിൽ ഡൊമിനൻസ് അതായത് മാറ്റി സ്ത്രീകൾ ഒരു ഡൊമസ്റ്റിക് ആണ്, അതായത് ഗാർഹികമായി അവർ പണിയെടുക്കുക എന്നുള്ള രീതിയിലേക്ക് മാറുന്ന കൺസെപ്റ്റിൽ നിന്ന് മാറ്റി എന്തിലേക്ക് ഉയർന്നു വരാം. ദ സയൻസ് ഓഫ് മാൻ എന്നുള്ള കൺസെപ്റ്റ് മാറ്റി ആ പ്രജുഡ്യൂസ് എന്ന് മാറ്റിയിട്ട് സ്ത്രീകൾക്കും പ്രാധാന്യമുണ്ട്, സ്ത്രീകളെ കുറിച്ച് എഴുതണം. ഈ മെയിലിനെ മാത്രം ഫോക്കസ് ചെയ്ത് എഴുതുന്ന എല്ലാ ഓർഗനൈസേഷനും ഇപ്പൊ ഈവൻ മെയിൽ സ്ഥലത്തും ഫോക്കസ് ഓൺ ദി മെയിൽ ഓൺ കൺസേൺ ലൈക്ക് ഡീസൻസ്, പ്രോപ്പർട്ടി, പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, കിൻഷിപ്പ്, ഇവിടെയൊക്കെ മെയിലിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതൊക്കെ ഒന്ന് മാറ്റി എന്തിലേക്ക് കൊണ്ടുവരണമെന്ന് തുടങ്ങിയ ഒരു കാഴ്ചപ്പാടാണ് ഫെമിനിസം എന്ന് പറയുന്നത്. ഫെമിനിസ്റ്റിക്കൽ റിസർച്ചില് ഈ സിവിലൈസേഷൻസുകൾ വുമൺ എത്തനോഗ്രാഫിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അവിടെ ഫെമിനിസത്തിന് അതിൽ വുമൺസിന് പ്രാധാന്യം ഉണ്ട്. അവരും മാനിനെ പോലെ പുരുഷനെ പോലെ ഈക്വാലിറ്റി ലഭിക്കുന്നതാണ് എന്നുള്ള രീതിയിലേക്ക് മാറുകയാണ് വരുന്നത്. അപ്പൊ ഇതില് ഈ ഒരു കൺസെപ്റ്റില് ഫെമിനിസ്റ്റിക്കൽ ഐഡിയോളജിയിൽ ഈ ഒരു 3 സ്റ്റേജുകളുടെ രീതിയിൽ എഴുതിയിട്ടുണ്ട്. ആന്ത്രോപോളജിയിലും സോഷ്യോളജിയിലും അതുപോലെ തന്നെ എത്നോഗ്രാഫിയിലും എങ്ങനെയാണ് ഫെമിനിസം വരുന്നത് എന്ന് പറയുന്നത്. ഫെമിനിസ്റ്റിക്കൽ മെത്തഡോളജി എന്താണെന്ന് ചോദിക്കുന്നത്. ഫെമിനിസം ഏറ്റവും കൂടുതൽ പോസിറ്റിവിസത്തിന്റെ രീതിയിൽ എഴുതുന്ന രീതിയാണ് ഫെമിനിസം എന്ന് പറയുന്നത്. പിന്നെ അവർ ഫീൽഡ് വർക്കിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് എഴുതുന്ന രീതിയാണ്. ഇത്രയാണ് ഈ ഒരു അധ്യായത്തിലും നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഫെമിനിസം എന്താണെന്നും ഫെമിനിസ്റ്റിക്കൽ മെത്തഡോളജി എന്താണെന്നും ഒന്ന് വായിച്ചു നോക്കാം. അത്ര വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും ഇതിൽ ഉണ്ടാവില്ല. എന്താണ് ഫെമിനിസ്റ്റിക്കൽ മെത്തഡോളജി എന്ന് പറഞ്ഞിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറ്.
ഈ ഫെമിനിസത്തിന് 3 സ്റ്റേജുകളുണ്ട്. അതായത് ഇവല്യൂഷൻ ഓഫ് ദി ഫെമിനിസ്റ്റിക്കൽ മെത്തഡോളജി. 3 കാലഘട്ടത്തിലൂടെയാണ് ഏത് ഈ ഫെമിനിസ്റ്റ് എത്തനോഗ്രാഫി വരുന്നതും. ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കാം. ദെൻ 15ാമത്തെ ചാപ്റ്റർ ഇന്റർപ്രിറ്റേറ്റീവ് എത്തനോഗ്രാഫി. അതായത് വ്യാഖ്യാനപരമായിട്ടുള്ള എത്തനോഗ്രാഫി, വംശീയ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ്. ഇന്റർപ്രിറ്റേറ്റീവ് അല്ലെങ്കിൽ ഇന്റർപ്രിറ്റേറ്റീവ് എത്തനോഗ്രാഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമുക്കത് ഹ്യൂമൻ എക്സ്പീരിയൻസിന് അല്ലെങ്കിൽ സോഷ്യൽ കോൺടാസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സോഷ്യൽ ഹിസ്റ്റോറിക്കൽ മെത്തേഡിൽ ഒരു ഇന്റർപ്രിട്ടേഷനിലൂടെ അല്ലെങ്കിൽ എപ്പിസ്റ്റമോളജിക്കൽ രീതിയിൽ നമ്മുടെ വംശീയ ശാസ്ത്രത്തെ എഴുതാം. അവിടെ പ്രാധാന്യം കൊടുത്ത് എഴുതുന്നത് ഹ്യൂമൻ ഇന്ററാക്ഷൻ ആയിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. മനുഷ്യന്റെ പരസ്പര ബന്ധങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് എഴുതാം. അപ്പം അവിടെ പറയുന്നത് പീപ്പിൾ ആർ നോട്ട് ഓൺലി സെൻസിറ്റീവ് സ്റ്റിമുലി ബട്ട് ഓൾസോ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് എന്നാണ് പറയുന്നത്. ഓരോന്നിനും സ്റ്റിമുലി അനുസരിച്ച് പ്രവർത്തിക്കലല്ല മനുഷ്യൻ അവരുടെ തനതായ പാർട്ടിസിപ്പേഷൻ പ്രവർത്തനങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ക്രിയേറ്റിംഗ് ആൻഡ് ചേഞ്ചിങ് ദി മീനിങ്. സ്ഥലങ്ങളിലും അവരെന്ത് അവരുടെ മീനിങ് മാറ്റുന്നുണ്ട്. അപ്പൊ അത് അനുസരിച്ച് ഒരു സോഷ്യൽ റിയാലിറ്റിയുടെ അനുസരിച്ച് ഇന്റർപ്രിറ്റേറ്റീവ് ആയിട്ട് നമുക്ക് എഴുതാണ്, റിസർച്ച് ചെയ്യാണ്. അവിടെ സെൻസ് മേക്കിംഗ് ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത്. അതായത് ഒരു ഹ്യൂമൻസിന്റെ സെൻസ് മേക്കിങ്ങിന്റെ ഇന്റർപ്രിറ്റേറ്റീവ് അനാലിസിസിലൂടെ നമ്മൾ എത്തനോഗ്രാഫി എഴുതാം. അല്ലെങ്കിൽ അവിടെ ഞാൻ പറഞ്ഞുതരാം. അവിടെ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന്റെ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടാവും? ദി ഫോക്കസ് ഓൺ എ ലാംഗ്വേജ്, സയൻസ് ആൻഡ് മീനിങ് ഓഫ് വ്യൂ പോയിന്റ്. ആക്ടർ പാർട്ടിസിപ്പന്റ് ഇൻ സോഷ്യൽ ഫിനോമിന. ഒരു സാമൂഹ്യ പ്രതിഭാസത്തിൽ ഒരു മനുഷ്യൻ എത്രമാത്രം അവരുടെ ഭാഷ, അവരുടെ ചിഹ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ കൈകാര്യങ്ങൾ ചെയ്യുന്നു, അവരുടെ മീനിങ്, അർത്ഥം, ഇതിനൊക്കെ പ്രാധാന്യം കൊടുത്ത് എഴുതുന്ന രീതിയാണ് ഇന്റർപ്രിറ്റേറ്റീവ് എത്തനോഗ്രാഫി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഇന്റർപ്രിറ്റേറ്റീവ് എത്തനോഗ്രാഫി 1970കളിൽ ശേഷമാണ് കൂടുതലായിട്ട് വരുന്നത്. ഇതൊരു പോസ്റ്റിവിറ്റിക്കൽ ടെക്നിക്കില് എഴുതുന്ന രീതിയാണ്. അവിടെ ഇൻസൈറ്റിന്, അതായത് പുതിയ നോളേജുകളായിരിക്കും കൂടുതൽ കണ്ടെത്തി എഴുതുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുകയും അസെൻഷ്യൽ ഓഫ് ഇന്റർപ്രിറ്റേറ്റീവ് ഫ്രെയിംവർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇവല്യൂഷൻ ഓഫ് ഇന്റർപ്രിറ്റേഷൻ എത്തനോഗ്രാഫി. ഈ ഇന്റർപ്രിറ്റേറ്റീവ് എത്തനോഗ്രാഫി വരുന്നതിന് പ്രധാനമായിട്ട് കുറച്ച് സ്റ്റേജുകളുണ്ട്. ആ സ്റ്റേജുകൾ ഏതൊക്കെയാണെന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. ആദ്യത്തെ സ്റ്റേജ് ആണ് ട്രഡീഷണൽ പീരീഡ്. 1997 ക്ലെയർ എന്ന് പറഞ്ഞ ആള് എടുത്തു പറയുന്നുണ്ട് അവിടെ കൾച്ചറും അതുപോലെ തന്നെ ഫോറിൻ കൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടാണ് കൂടുതലായിട്ട് എത്തനോഗ്രാഫി ഇന്റർപ്രിറ്റേറ്റ് ചെയ്തത്. അവിടെ കസ്റ്റംസിനും അതുപോലെ സോഷ്യോ പൊളിറ്റിക്കൽ പ്രാക്ടീസിനൊക്കെയാണ് ഏഷ്യൻ വേൾഡില് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് എഴുതിയിരിക്കുന്നത്. ആ ഒരു വേഴ്സ് ഇതിന് മാറി അവിടെ ഒരു സിവിലൈസേഷൻ ആണ് കൂടുതലായിട്ട് വരുന്നത്. പിന്നെ സെക്കൻഡ് സ്റ്റേജ് ആയിരിക്കും ഒരു കൊളോണിയലൈസേഷൻ എന്ന രീതിയിലേക്കാണ് വരുന്നത്. ഇതൊക്കെയാണ് ട്രഡീഷണൽ പീരീഡിൽ നമ്മൾ എഴുതുന്ന എത്തനോഗ്രാഫി. ദെൻ മോഡേണിസ്റ്റിക്കൽ പീരീഡിലേക്ക് വരുമ്പോൾ നമുക്കറിയാം 2 പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ 20th സെഞ്ചുറിയിൽ നടക്കുന്ന വേൾഡ് വാറുകളുടെ ഫലമായിട്ട് 1970കളിലാണ് ജനങ്ങളുടെ അഭിപ്രായത്തിൽ എഴുതുന്ന ഒരു എത്തനോഗ്രാഫി, ഒരു മോഡേണിസ്റ്റിക്കൽ ഫേസ് ആയിട്ട് വരുന്നത്. ഇവിടെ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ആണ് ഏറ്റവും കൂടുതൽ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് എഴുതലാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങൾക്ക് എക്സാമിൻ ചെയ്ത് സിഗ്നിഫിക്കന്റ് സോഷ്യൽ ഫിനോമിന, അത് സോഷ്യൽ കൺട്രോൾ എന്താ, ഡിവൈൻ സെൻസസുകൾ എന്താ, ഒരു ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഇതിനെയൊക്കെ കുറിച്ച് ഡീപ്പായിട്ട് പഠിച്ച് എഴുതാം. ഇവിടെ ആന്ത്രോപോളജിക്കും അതുപോലെ തന്നെ സോഷ്യോളജിക്കും പ്രാധാന്യം കൊടുത്തിട്ട് അവരുടെ ഒപ്പം കൂടി നിന്നിട്ടാണ് ഈ എത്തനോഗ്രാഫി എഴുതുന്നത്. അങ്ങനെ എഴുതുന്ന ക്രിട്ടിക്കൽ എത്തനോഗ്രാഫി എന്നാണ് പറയാ. അങ്ങനെ എഴുതുന്ന കുറച്ച് ആൾക്കാരും ഉണ്ട്. ദെൻ ബറീഡ് ജേണേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഫേസ് ഉണ്ട്. അവിടെ ക്വാളിറ്റേറ്റീവ് റിസർച്ചിനാണ് കൂടുതൽ സപ്പോർട്ട് കൊടുത്തെഴുതുന്നത്. പിന്നെ പീരീഡ് ഓഫ് ഇന്റൻസീവ് റിഫ്ലക്ഷൻ,
റിഫ്ലക്ഷന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോരുത്തരുടെയും വായിച്ചു നോക്കിയിട്ടുള്ള റിഫ്ലക്ഷന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എത്തനോഗ്രാഫി എഴുതാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഇന്റർപ്രിറ്റേറ്റീവ് എത്തനോഗ്രാഫി. ഇനി ഇന്റർപ്രിറ്റേറ്റീവ് എത്തനോഗ്രാഫിയിൽ കുറച്ച് ക്രിട്ടിക് ഇതുണ്ട്. ഒന്ന്, ഒരു എത്തനോഗ്രാഫിക്ക് വേണ്ട ഡിപ്പെൻഡബിലിറ്റി വേണം. അതായത് ഒരു റിസർച്ചറും ആ ഫീൽഡിലെ ആൾക്കാരും തമ്മിൽ ഒരു ഡിപ്പെൻഡബിലിറ്റി ഉണ്ടായിരിക്കണം എന്നാണ് പറയണത്. അല്ലെങ്കിൽ അയാൾക്ക് ഈ ഒരു എത്തനോഗ്രാഫി എഴുതാൻ സാധിക്കില്ല എന്നാണ് പറയണത്. പിന്നെ ക്രെഡിബിലിറ്റി നമുക്ക് അതിൽ വേണമെന്നാണ് പറയുന്നത്. ക്രെഡിബിലിറ്റി നമ്മൾ എഴുതുന്ന ഒരു റിസർച്ച് ടോപ്പിക്കിന് ക്രെഡിബിലിറ്റിയും വേണം. അതുപോലെ തന്നെ കൺഫോമബിലിറ്റി വേണം. അതുപോലെ തന്നെ ട്രാൻസ്ഫറബിലിറ്റി. ഇത്രയും കാര്യങ്ങളിലൂടെയാണ് ഒരു ഇന്റർപ്രിറ്റേറ്റീവ് എത്തനോഗ്രാഫി എഴുതാൻ നമുക്ക് സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഈ ഒരു അധ്യായത്തിൽ നമ്മളോട് പറയുന്നത്. ഇവിടെ പിന്നെ ഇന്റർപ്രിറ്റേറ്റീവ് എത്തനോഗ്രാഫിയുടെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും നമ്മളോട് ചോദിക്കാറുണ്ട്. അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും ഒന്നാമത്തെ നമുക്കറിയാം, ഒരു നാച്ചുറലിസ്റ്റിക്കൽ എൻക്വയറി ആണ് ശരിക്കും എത്തനോഗ്രാഫി എന്ന് പറയുന്നത്. ഇന്റർപ്രിറ്റേറ്റീവ് എത്തനോഗ്രാഫി എന്ന് പറയുന്നത് ഒരു നാച്ചുറലിസ്റ്റിക് എൻക്വയറി ആണ്. അവിടെ നമുക്കറിയാം എല്ലാം നാച്ചുറൽ സെറ്റിങ്സിന് ഒരു സോഷ്യൽ ഫിനോമിനേഴ്സ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിന്റെ പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങൾ ഇറങ്ങി ചെന്നിട്ടാണ് നമ്മൾ പഠന വിഷയമാക്കുന്നത്. ഒരു സോഷ്യോ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ എഴുതുന്നത്. രണ്ടാമത്തെ, റിസർച്ച് ആസ് എ ഇൻസ്ട്രുമെന്റ്. നമ്മൾ റിസർച്ചർ, ഒരു ഗവേഷകൻ ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഇൻസൈറ്റും നോളജും എക്സ്പീരിയൻസും സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ അക്യുറേറ്റ് ആയിട്ട് ഇന്റർപ്രിറ്റേറ്റ് ചെയ്ത് എഴുതണമെന്നാണ് പറയുന്നത്. അപ്പൊ ഒരു റിസർച്ചർ ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് പറയുന്നത്. പിന്നെ ഒരു ഇന്റർപ്രിറ്റേറ്റീവ് അനാലിസിസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. എല്ലാം ഒബ്സർവേഷൻ ചെയ്ത് അതിനെ ഇന്റർപ്രിറ്റേറ്റ് ചെയ്യണം. ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ നമ്മളത് ഇന്റർപ്രിറ്റേറ്റ് ചെയ്ത് നമ്മുടെ എക്സ്പീരിയൻസിന് നമ്മൾ ഒരു തിക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് എഴുതാനാണ് അവിടെ പറയുന്നത്. പിന്നെ യൂസ് ഓഫ് എക്സ്പ്രസീവ് ലാംഗ്വേജ്. നമ്മൾ പറയുന്ന ഭാഷ അത് വെർബൽ ആവാം, നോൺ വെർബൽ ഓഫ് ലാംഗ്വേജ് പാർട്ടിസിപ്പേഷൻസിൽ നടക്കുമ്പോൾ ആ ലാംഗ്വേജിന് ഒരു ഇമ്പോർട്ടൻസ് അവിടെ ഉണ്ട്. ലാംഗ്വേജ് ഈസ് എ ഇന്റഗ്രൽ കമ്പോണന്റ് ഓഫ് ഇന്റർപ്രിറ്റേറ്റീവ് അനാലിസിസ്. ഒരു ഇന്റർപ്രിറ്റേറ്റീവ് അനാലിസിസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ആരാണ്? നമ്മൾ പറയുന്ന ഭാഷയാണ്, ലാംഗ്വേജ് ആണ്. ലാംഗ്വേജിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. പിന്നെ ടെമ്പറൽ നാച്ചുറൽ ഇന്റർപ്രിറ്റേഷൻ ഇതെന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ആൻസർ അണ്ടർസ്റ്റാൻഡിങ്ങും നൽകുന്ന ഇതാണ്. പിന്നെ ഹെർമനിസ്റ്റിക്കൽ സർക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർപ്രിറ്റേറ്റീവ് പ്രോസസ്സുകൾ മൂവിങ് ചെയ്യും. അതായത് നമുക്ക് തിരിച്ചു ഒബ്സർവേഷൻസുകൾ നടത്തി എല്ലാ കാര്യങ്ങളും എഴുതുമ്പോൾ അതിനെ ആദ്യം തൊട്ട് അവസാനം വരെ ഈ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാനുള്ള ഇത് നമുക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഇന്റർപ്രിറ്റേറ്റീവ് എത്തനോഗ്രാഫി എന്ന് പറഞ്ഞ ഈ ഒരു അധ്യായത്തില് തീം എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു ബ്ലോക്കിലെ ലാസ്റ്റത്തെ യൂണിറ്റ് ആണ് എത്തിക്സ് ആൻഡ് എത്തനോഗ്രാഫി. ഈ ഒരു അധ്യായത്തിൽ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. എത്തിക്സ് ആൻഡ് എത്തനോഗ്രാഫി, ധാർമ്മികതയും വംശീയ ശാസ്ത്രവും തമ്മിൽ ബന്ധമാണ്. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ചോദിച്ചിട്ടില്ല. എന്താണ് ഒരു എത്തനോഗ്രാഫി എഴുതുമ്പോൾ നമ്മൾ അതിന്റെ ഒരു ധാർമ്മികതയ്ക്ക് അനുസരിച്ച് എഴുതാം. ഇപ്പൊ ഈവൻ നമ്മൾ രണ്ട് സംസ്കാരങ്ങളെ കുറിച്ച് പഠിക്കുമ്പോഴൊക്കെ ആ കൾച്ചറൽ സൊസൈറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ അത് നല്ല ഒബ്സർവേഷനോടെ ധാർമ്മികതയോടെ ആണ് എഴുതേണ്ടത്. അല്ലാതെ നമുക്ക് വേണ്ട രീതിയിൽ ഒരു സമൂഹത്തെ അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങൾ, അവരെ മോശമാക്കുന്ന കാര്യങ്ങളൊന്നും നമ്മളിവിടെ എഴുതരുത് എന്നാണ് പറയുന്നത്.
ധാർമ്മികതയ്ക്ക് അനുസരിച്ച് നമുക്ക് നമ്മുടെ എത്തനോഗ്രാഫി ഇന്റർപ്രിറ്റേറ്റ് ചെയ്യണം. അതിന് നമുക്ക് ഏറ്റവും നല്ലത് ഫീൽഡ് വർക്കിലൂടെ ചെയ്യുക എന്നുള്ള രീതിയിലാണ് പറയണത്. ഒരു എത്തനോഗ്രാഫി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ എത്തിക്കൽ കൺസിഡറേഷൻ നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇൻഫോംഡ് കൺസെന്റ്. നമുക്ക് ചെയ്യാൻ പോണ കാര്യം അവരെ അറിയിക്കണം. നമ്മൾ ഏത് ഫീൽഡിലാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത് ആ ഒരു കാര്യം അവരെ അറിയിച്ചിട്ട് വേണം. ഇൻഫോംഡ് കൺസെന്റിൽ അവരുടെ അനുവാദത്തോടു കൂടി വേണം നമുക്കത് എഴുതാൻ. പിന്നെ വോളണ്ടറി പാർട്ടിസിപ്പേഷൻ ആണ്. നമ്മൾ അവിടെ പാർട്ടിസിപ്പേഷൻ നടത്തിയിട്ട് വേണം, പങ്കാളിത്തം നമ്മുടെ അവിടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കണം എന്നാണ്. നോ ഹാം ടു പാർട്ടിസിപ്പന്റ്. മറ്റുള്ളവരെ നമ്മൾ ദോഷപ്പെടുത്തുവാനോ അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുവാനോ ഒന്നും പാടില്ല ഇങ്ങനത്തെ കാര്യങ്ങള്. പിന്നെ അനോമിനിറ്റി ആൻഡ് കോൺഫിഡൻസ്. രഹസ്യ സ്വഭാവം ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ അജ്ഞാനതത്വം ഉണ്ടായിരിക്കണം. പറയാൻ ചില കാര്യങ്ങൾ അവർ തുറന്നു പറയും, പക്ഷെ അത് നമ്മൾക്ക് എല്ലായിടത്തും പബ്ലിക് ആക്കാൻ പറ്റില്ല. അപ്പൊ അത് രഹസ്യ സ്വഭാവമുള്ളവരായിരിക്കണം എത്തനോഗ്രാഫി. നോ ഡിസീവിങ് സബ്ജക്ട്. ഒരെണ്ണത്തിന് മാത്രം കേന്ദ്രീകരിച്ച സബ്ജക്റ്റിനെ വെച്ചിട്ട് നമ്മൾ എഴുതാൻ പറ്റില്ല. ഇതൊക്കെ ശരിക്കും എത്തിക് കൺസിഡറേഷൻ, ഒരു ധാർമ്മികതയോടെ നമ്മൾ എത്തനോഗ്രാഫി എഴുതേണ്ട കാര്യങ്ങളാണ് എന്നാണ് പറഞ്ഞത്. ഇത്രയൊക്കെയാണ് ഈ ഒരു അധ്യായത്തിന് പറയാനുള്ളൂ. മോർ ഇമ്പോർട്ടന്റ് ആയിട്ടൊന്നും ഈ ഒരു അധ്യായത്തിലില്ല. അപ്പൊ ഇത്രയാണ് നമ്മുടെ ബ്ലോക്ക് 3 എത്തനോഗ്രാഫി, പാർട്ടിസിപ്പൻസ് ആൻഡ് സ്റ്റൈല്. 5 ചാപ്റ്റർ ആണ്. ഡിബേറ്റ് ഓൺ ഡൂയിങ് എത്തനോഗ്രാഫി, എത്തനോഗ്രാഫി, സയന്റിഫിക്കൽ എത്തനോഗ്രാഫി, ഫെമിനിസ്റ്റ് ക്രിട്ടിക്കൽ എത്തനോഗ്രാഫി, അതുപോലെ തന്നെ ഇന്റർപ്രിറ്റേറ്റീവ് എത്തനോഗ്രാഫി. ദെൻ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. ഓക്കെ, ഇത്രയും പറഞ്ഞ ഈ ഒരു 4 യൂണിറ്റില് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം വരുന്നത് ക്രിട്ടിക്കലി അനാലിസിസ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് ഇന്റർപ്രിറ്റേറ്റീവ് എത്തനോഗ്രാഫി. ഇന്റർപ്രിറ്റേറ്റീവ് എത്തനോഗ്രാഫിനെ കുറിച്ച് എഴുതാം. ഒരു ക്രിട്ടിക്കൽ ഇന്റർപ്രിറ്റേറ്റീവ് എത്തനോഗ്രാഫി എന്താ? അപ്പൊ ഇന്റർപ്രിറ്റേറ്റീവ് എത്തനോഗ്രാഫിയെ കുറിച്ച് നിങ്ങൾ കുറച്ച് പഠിച്ചു വയ്ക്കുക. അപ്പൊ അതിനെ കുറിച്ച് എഴുതാം. പിന്നത്തെ ചോദ്യം, ഡിസ്കസ് ദി സ്റ്റെപ്പ് ഇൻവോൾവ് കണ്ടക്ടിങ് സയന്റിഫിക്കൽ എത്തനോഗ്രാഫിക്കൽ റിസർച്ച്. നമ്മൾ ഒരു സയന്റിഫിക്കൽ എത്തനോഗ്രാഫിക്കൽ റിസർച്ച് എഴുതുമ്പോൾ എന്തെല്ലാം സ്റ്റെപ്സുകളാണ് ഉള്ളത്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, റിസർച്ച് പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യണം, ഡാറ്റ, അങ്ങനെ പറഞ്ഞത്. ആ സ്റ്റെപ്സുകൾ ഏതൊക്കെയാ? റെപ്രസെന്റിങ് സയന്റിഫിക്കൽ എത്തനോഗ്രാഫി എന്ന് പറഞ്ഞ ടോപ്പിക്കിലുണ്ട്. എന്തൊക്കെ സ്റ്റെപ്പിലൂടെയാണ് നമുക്കൊരു സയന്റിഫിക്കൽ എത്തനോഗ്രാഫി നമുക്ക് എഴുതാൻ പറ്റുക? വേറൊരു ചോദ്യമാണ്, വാട്ട് ആർ ദി ന്യൂ അപ്രോച്ചസ് ഇൻ ദി എത്തനോഗ്രാഫി. എത്തനോഗ്രാഫിയിൽ വന്നിട്ടുള്ള പുതിയ അപ്രോച്ചസുകൾ നമ്മൾ പറഞ്ഞില്ലേ, ഫെമിനിസ്റ്റിക്കൽ അപ്രോച്ചുകൾ, അങ്ങനെ പറഞ്ഞ കുറച്ച് അപ്രോച്ചസുകൾ. ആ അപ്രോച്ചുകൾ, ന്യൂ അപ്രോച്ചസുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. പിന്നെ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, ഡിസ്കസ് ദി അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് ഇന്റർപ്രിറ്റേറ്റീവ് എത്തനോഗ്രാഫി. എത്തനോഗ്രാഫിനെ കുറിച്ചിട്ട് ഇന്റർപ്രിറ്റേറ്റീവ് എത്തനോഗ്രാഫിയുടെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും എന്താണെന്ന് പഠിക്കാം. പിന്നെ നമ്മളോട് ഷോർട്ട് നോട്ട്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഫെമിനിസ്റ്റിക്കൽ മെത്തഡോളജി. നമ്മുടെ ഫെമിനിസ്റ്റിക്കൽ മെത്തഡോളജിയെ കുറിച്ചിട്ട് ഒരു ചെറിയ ഷോർട്ട് നോട്ട് എഴുതാൻ പഠനം. പിന്നെ എക്സ്പ്ലെയിൻ ദി കൺസെപ്റ്റ് ഓഫ് സയന്റിഫിക്കൽ എത്തനോഗ്രാഫി വിത്ത് എക്സാമ്പിൾ. നമ്മുടെ സയന്റിഫിക്കൽ എത്തനോഗ്രാഫിയെ കുറിച്ച് നിങ്ങൾ എഴുതാം, അത് എക്സാമ്പിളിന്റെ അടിസ്ഥാനത്തിൽ എഴുതാം.
പിന്നെ വീണ്ടും നമ്മളോട് ചോദിക്കേണ്ടത് ന്യൂ അപ്രോച്ചസ് ഓഫ് എത്തനോഗ്രാഫി. എത്തനോഗ്രാഫിനെ കുറിച്ച് ന്യൂ അപ്രോച്ചസുകൾ എന്താണെന്നുള്ള ചോദ്യം. അത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളാണ്. ദെൻ അടുത്തതാണ് എവല്യൂഷൻ ഓഫ് ഇന്റർപ്രിറ്റേറ്റീവ് എത്തനോഗ്രാഫി. ഇന്റർപ്രിറ്റേറ്റീവ് എത്തനോഗ്രാഫി എന്താണെന്ന് എഴുതാം. പിന്നെ വാട്ട് ആർ ദി മേജർ ഏരിയ എൻക്വയറി ഇൻ ഫെമിനിസ്റ്റിക്കൽ സ്കോളർ ആർ കറന്റ്ലി എൻഗേജ്ഡ്. ഇന്നത്തെ കാലത്തെ ഫെമിനിസ്റ്റ് എത്തനോഗ്രാഫിസ്റ്റുകളെ ഏതെല്ലാം മേഖലകളിലാണ് കൂടുതലായിട്ട് എൻഗേജ് ചെയ്യുന്നത്, ആ ടോപ്പിക് എന്ന് പറയുന്നത് ഫെമിനിസ്റ്റിക്കൽ മെത്തഡോളജി എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ആ ഒരു ഇത് നിങ്ങൾ എഴുതാം. പിന്നത്തെ ചോദ്യം എക്സ്പ്ലെയിൻ ദി കൺസെപ്റ്റ് ഓഫ് സയന്റിഫിക്കൽ എത്തനോഗ്രാഫി. സയന്റിഫിക്കൽ എത്തനോഗ്രാഫി എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് എക്സാമിന് വരുന്നത്. 16ാമത്തെ അധ്യായത്തിൽ നിന്ന് അധികം ചോദ്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ബ്ലോക്കിൽ നിന്ന് വരുന്നത്. ഇതൊരു ചെറിയൊരു സിലബസ് ആണ്, വളരെ എളുപ്പമുള്ള ഒരു സിലബസ് ആണ്. ഈ ഒരു സിലബസിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് 1 ആണ് കേട്ടോ. ബ്ലോക്ക് 1-ല് 1, 2, 3, 4, 5 യൂണിറ്റുകൾ, അതായത് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എത്തനോഗ്രാഫി, കൊളോണിയൽ എത്തനോഗ്രാഫി, ക്ലാസിക്കൽ എത്തനോഗ്രാഫി, ഇന്ത്യൻ എത്തനോഗ്രാഫി, അതുപോലെ ഗ്ലോബൽ എത്തനോഗ്രാഫി. ആ ഒരു 5 യൂണിറ്റ് നല്ലവണ്ണം പഠിക്കുക. അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. പിന്നെ മെലനോസ്കിയുടെ 6ാമത്തെ യൂണിറ്റ് ഒന്ന് പഠിക്കുക. മാർഗറ്റ് റീഡിന്റെ പഠിക്കുക. MN ശ്രീനിവാസിന്റെ അത് ഷോർട്ട് നോട്ടായിട്ട് പഠിക്കുക. ബാക്കി 9ഉം 10ഉം അങ്ങനെയൊന്നും 11 ചോദിക്കണം കണ്ടിട്ടില്ല. പിന്നെ 3ാമത്തെ ബ്ലോക്കിൽ നമ്മൾ നോക്കുമ്പോൾ 13ാമത്തെ ചാപ്റ്റർ സയന്റിഫിക്കൽ എത്തനോഗ്രാഫി നല്ലോണം പഠിക്കാം. പിന്നെ 12ാമത്തെ യൂണിറ്റിലെ എല്ലാം പഠിച്ചില്ലെങ്കിലും ന്യൂ എത്തനോഗ്രാഫിക്കൽ മെത്തേഡ്സ് അല്ലെങ്കിൽ അപ്രോച്ചസ് അതൊന്ന് പഠിക്കാം. ആ ഒരു ടോപ്പിക്ക് മാത്രം പഠിക്കാം. പിന്നെ 15ാമത്തെ ചാപ്റ്റർ ഇന്റർപ്രിറ്റേറ്റീവ് എത്തനോഗ്രാഫി, അത് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. അതിൽ കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഫെമിനിസ്റ്റിക്കൽ എന്താണ് ഫെമിനിസ്റ്റിക്കൽ മെത്തഡോളജി എന്ന് പറഞ്ഞൊരു ടോപ്പിക്കും മാത്രമാണ് ചോദിച്ചത്. 16ാമത്തെ അധ്യായത്തിൽ നിന്ന് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ചോദ്യങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പൊ ഇത്രയാണ് ഈ ഒരു സിലബസ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും മനസ്സിലാവാത്തതോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഗ്രൂപ്പിലാണെങ്കിൽ ചോദിച്ചാൽ മതി. പിന്നീട് നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് നിങ്ങളെല്ലാം ചോദിച്ചിട്ട് ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻസുകൾ എക്സ്പ്ലനേഷൻ വേണോ, മലയാളത്തിൽ പറഞ്ഞു തരണോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ നോക്കിയിട്ടില്ലെങ്കിൽ പിന്നീട് അറിയിക്കാം. അപ്പൊ നമ്മൾ വീണ്ടും ക്ലാസ് ആ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മാത്രം എടുത്തു തരാം. ഓക്കെ, വേറെ ഒന്നുമില്ലാന്ന് വിചാരിക്കുന്നു. വളരെ നന്നായിട്ട് ഈ ഒരു പേപ്പർ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. എല്ലാവർക്കും ഗുഡ് ലക്ക്. താങ്ക് യു. താങ്ക് യു മാം.